തിരശീല. ഇന്നത്തെ തിരശ്ശീലയിൽ ജനാധിപത്യ ഇന്ത്യ എങ്ങനെ ആരംഭിച്ചു എന്നതിന്റെ ദൃശ്യങ്ങളാണ്. ലോർഡ് മൗണ്ട് ബാറ്റനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ നടത്തിയ ചർച്ചകളുടെയും ഇടക്കാല സർക്കാർ രൂപീകരണത്തിന്റെയും കാഴ്ചകൾ കാണാം. അപ്പോൾ ആ രാത്രി ആരംഭിച്ച മഹാപലായനത്തിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ സെഗ്മെന്റിൽ. അതാണ് ഇന്നത്തെ തിരശ്ശീലയിൽ. അഡ്മിറൽ ലൂയി മൗണ്ട് ബാറ്റൺ മധ്യത്തിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും ഇരുവശത്തും രാഷ്ട്രവിഭജനത്തിന്റെ ചർച്ചകൾ ആരംഭിക്കുകയാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ നെഹ്റുവിന്റെ ചരിത്രപ്പിറവി കുറിച്ച പ്രസംഗം. പിന്നാലെ ബ്രിട്ടീഷ് പട്ടാളം കപ്പൽ കയറി ഇന്ത്യ സുരക്ഷ ഏറ്റെടുത്തു. ഇടക്കാല സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം, നെഹ്റുവും സർദാർ പട്ടേലും ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും കൂട്ടപലായനം. ബംഗാളിലായിരുന്നു ഗാന്ധിജി, നാടെങ്ങും സന്ദർശിക്കുകയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇലക്ഷൻ ഡെസ്ക് 24. യെസ്, അപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ സ്റ്റണ്ട് അവസാനിക്കാൻ സമയമാവുന്നു. അപ്പോൾ വിജയകുമാർ, താങ്കൾക്കൊരു മെസ്സേജ് ഉണ്ട്. ഞങ്ങൾ പട്ടാളക്കാർക്ക് വിജയകുമാർ സാർ നിങ്ങളൊരു സംഭവമാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ നിന്നാണ് പ്രശാന്ത് KP എന്ന പ്രേക്ഷകനാണ് അത് പറഞ്ഞത്. സന്തോഷമല്ലോ, ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ചന്ദ്രൻ ചില ചോദിക്കുന്നത്, ഈ JNU ഇലക്ഷൻ എന്തായെന്ന് ചോദിക്കുന്നത്, അതിന് അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, റിസൾട്ട് കൗണ്ടിംഗ് തുടരുകയാണ്. റിസൾട്ട് അല്പസമയത്തിനകം എത്തും. അത് എത്തിയാൽ ഉടൻ അതിന്റെ ചൂട് ആറ് മുമ്പ് തന്നെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ അത് എത്തിക്കുകയും ചെയ്യും. ഒരു സീറ്റിലേക്ക്, ഒരു പൊസിഷനിലേക്ക് ശക്തമായ മത്സരം നടക്കുന്നു. ABVP ഇടത് സഖ്യവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ലേറ്റസ്റ്റ് വന്നത് അതാണ്. അതിനപ്പുറത്തേക്ക് എന്താ നടക്കുന്നത് എന്നുള്ളത് 1 മണിക്കൂറിൽ കാണാം.